Hi friends, welcome to Strawberry Fusion. ഇന്ന് നല്ലൊരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കപ്പ് പാൽ വേണം. ആദ്യം നമ്മൾ 1.5 കപ്പ് പാൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. 1/2 കപ്പ് പാൽ നമ്മൾ മാറ്റി വെക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമാത്ര പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തത്. വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബൗളിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും നമ്മൾ മാറ്റി വെച്ച 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ കസ്റ്റാർഡ് നമ്മൾ പാൽ തിളക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഫ്ലെയിം ഇപ്പോൾ ലോ ഫ്ലെയിം ആയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോവും. ഇനി ഈ പാൽ മിക്സ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ നോക്കുക. ഒരു 1-2 മിനിറ്റ് അതിനൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് ഓവറായിട്ട് കുറുകി പോകാൻ പാടില്ല. ഇപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിതിനെ ചൂടാറിയിട്ട് ഒരു 1-2 മണിക്കൂർ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ താഴെയായിട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ മതി. ഇനി 1 ടീസ്പൂൺ കസ്കസ് അല്ലെങ്കിൽ ചിയാ സീഡ് നമ്മളൊന്ന് കുതിർത്തി വെക്കണം. നമ്മുടെ കസ്റ്റാർഡ് മിക്സ് 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണിത്. ഇതിപ്പോൾ ഒന്നുകൂടെ ടൈറ്റായിട്ടുണ്ടാവും കേട്ടോ, ഇത്തിരി കൂടി ടൈറ്റായിട്ടുണ്ടാവും. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം, നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ ഒരു മിക്സ് നമ്മൾ തയ്യാറാക്കിയിട്ട് 2-3 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ആവശ്യം വരുമ്പോൾ നമ്മൾ ഇതേപോലെ ഐസ് ക്യൂബ്സ് ഇട്ട് അടിച്ചെടുത്താൽ മതി. നല്ലൊരു ഐസ്ക്രീമിലൊക്കെ ഫ്ലേവർ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണിത്. നമ്മളെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവർക്കൊക്കെ ഇഷ്ടമാവും. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന കസ്കസ് അല്ലെങ്കിൽ നമ്മുടെ ചിയാ സീഡ് ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആപ്പിൾ, അതേപോലെ കാഷ്യൂസ്, ബദാമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഈ ജ്യൂസ് അടിച്ച ഉടനെ തന്നെയാണ് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതിയും പതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ക്യാരറ്റും അതേപോലെ നമ്മൾ ചിയാ സീഡൊക്കെ അടിയിലുണ്ടാവുന്നത്. നിങ്ങളിത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞ് ഒന്ന് സെറ്റാൻ ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ മാറും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളേതായി ഫോട്ടോ കാണുന്ന പോലെ ഒക്കെ മുകളിലേക്ക് പൊങ്ങി വരും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ജ്യൂസാണിത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതേപോലെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. താങ്ക് യു. ബൈ.